ഞാനൊരു വക്കീലല്ലേ? ഈ കേസിന്റെ സീരിയസ്നെസ് എനിക്ക് അറിയില്ലേ? എന്നിട്ടും എന്താ മോണ മിണ്ടാത്തത്? മോണ 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 നിങ്ങൾ ആരാണ്? നിങ്ങൾ മോണയല്ലേ? ആരാണ് നിങ്ങൾ? നിങ്ങൾ മോണയല്ല. അല്ല. ഞാൻ മോണയല്ല. ഞാൻ മാധവി, മിസ്സിസ് മാധവി കൈലാഷ് റായ്. പക്ഷെ നിങ്ങൾ കൊല ചെയ്യപ്പെട്ടില്ലേ? അതെ ഇൻസ്പെക്ടർ അമിത്, ഞാൻ ജീവിച്ചിരിപ്പില്ല. എന്റെ കൊലക്കേസ് കോടതിയിൽ നടന്നതുമാണ്. എനിക്ക് നീതി ലഭിച്ചില്ല. നീതി ലഭിക്കുവാൻ വേണ്ടി എന്റെ ആത്മാവ് വലയുകയാണ്. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ പഴയ ബംഗ്ലാവ് ഉണ്ടല്ലോ, ഇതെന്റെ കുടുംബത്തിന്റെ തറവാടായിരുന്നു. നീതിക്കായി ദാഹിച്ചു നടക്കുന്ന ഒരു ആത്മാവാണല്ലേ? പക്ഷെ നിങ്ങൾ പ്രതികാരം തീർക്കാനായി നിരപരാധികളെ വെറുതെ എന്തിനു കൊന്നൊടുക്കുന്നു? ഇൻസ്പെക്ടർ അമിത് ശ്രീവാസ്തവ്, ഞാൻ ഒരാളെ പോലും ഇതുവരെ കൊന്നിട്ടില്ല. അപ്പോൾ ഇവിടെ വെച്ച് കൊല്ലപ്പെട്ട വ്യക്തികളെയെല്ലാം ആരാണ് കൊന്നത്? അതെല്ലാം അപകട മരണങ്ങളാണ്. അവർ തന്നെയാണ് അതിന്റെ ഉത്തരവാദികൾ. ഓ, പക്ഷെ ഈ ബംഗ്ലാവിൽ നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ? ഞാൻ ഇവിടെ വരുന്ന ഓരോ വ്യക്തിയോടും സഹായത്തിനായി അഭ്യർത്ഥിക്കാറുണ്ട്. പക്ഷെ ഇവിടെ വന്ന എല്ലാ വ്യക്തികളും വാസ്തവത്തിൽ പേടിച്ചു മരിച്ചവരാണ്. ചിലർ മുകളിൽ നിന്നും വീണു മരിച്ചു, ചിലർ ഹൃദയസ്തംഭനം മൂലം മരണമടഞ്ഞു. പിന്നെ നിങ്ങൾ വന്നു. നിങ്ങൾ ഭയത്തിന് അടിമപ്പെടാതെ എന്നോട് സംസാരിച്ചു. എന്നെ സഹായിക്കാൻ നിങ്ങൾക്കേ കഴിയൂ എന്നെനിക്ക് ബോധ്യമായി. നിങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കാം എന്നെനിക്ക് തോന്നി. ഇന്നലെ രാത്രി നിങ്ങളുടെ ധൈര്യം ഞാൻ നേരിട്ട് കണ്ടു. നിങ്ങളെ ഭയപ്പെടുത്താൻ വന്ന മോണയെ നിങ്ങൾ നിഷ്പ്രയാസമല്ലേ പിടികൂടിയത്? ഞാൻ ആരെയും കൊന്നിട്ടില്ല സർ. എന്നെ വിശ്വസിക്കൂ, എന്നെ സഹായിക്കണം. എന്നെ ചതിച്ചത് കേസിലെ സാക്ഷികളാണ്. അവർ കോടതിയിൽ കള്ളമൊഴി നൽകി. കോടതിയോട് എനിക്കൊരു പരാതിയുമില്ല സർ. പിന്നെ എല്ലാവർക്കും അറിയാം, ഞാൻ നഗരത്തിലെ ഫേമസ് സർജൻ ഡോക്ടർ കൈലാഷ് റായിയുടെ ഭാര്യയായിരുന്നു. അദ്ദേഹം സമൂഹത്തിലെ ഉന്നതനാണ്, മാന്യനുമാണ്. അതുകൊണ്ട് എല്ലാവരും എന്നെയും ആദരിച്ചു. പക്ഷേ നീതിപീഠത്തിനു മുൻപിൽ സത്യം മൂടി വയ്ക്കപ്പെട്ടു. നോക്കൂ മിസ്സസ് റോയ്, സത്യത്തെ എന്നേക്കുമായി ആർക്കും മറച്ചു വെക്കാനാവില്ല. എന്നെ സഹായിക്കാൻ നിങ്ങൾക്കേ കഴിയൂ ഇൻസ്പെക്ടർ. എന്റെ ഘാതകനെ എല്ലാവരും നിരപരാധിയായി ഗണിക്കുന്നു. അയാൾ ഇന്നും സുഖിച്ചു ജീവിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഞാനിത് വാക്ക് തരുന്നു. ഘാതകൻ ആരായാലും ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ലഭിക്കും. നിങ്ങളെ കൊന്നത് ആരാണെന്ന് എന്നോട് തുറന്നു പറയൂ മിസ്സസ് റോയ്. ഞാൻ എല്ലാം സാറിനോട് പറയാം. അന്ന് ഡിസംബർ 27 ഞങ്ങളുടെ വിവാഹത്തിന്റെ 7th വെഡ്ഡിംഗ് ആനിവേഴ്സറി. ഏഴാം വിവാഹ വാർഷികത്തിന് ആശംസകൾ മിസ്സിസ് റായ്. എന്താ ഇങ്ങനെ തനിച്ചു നിൽക്കുന്നത്? ഡോക്ടർ സാർ എവിടെ? അദ്ദേഹം ഇപ്പോൾ വരും കേട്ടോ. ഡോക്ടർ സാർ എവിടെ? അദ്ദേഹം ഇപ്പോൾ വരും കേട്ടോ. ഡോക്ടർ കൈലാഷ്, വിവാഹ വാർഷികാശംസകൾ. എന്താ കുടിക്കാൻ? സർബത്ത് ഒഴിച്ചു മറ്റെന്തും കുടിക്കാം. ഞാൻ സൂചിപ്പിച്ചത് മനസ്സിലായില്ലേ? എന്നാ വേഗം തരൂ സാർ. You are right. Waiter, ഇത് കുടിക്കൂ. ഇത് സർബത്തല്ല, നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആണ്. താങ്ക് യു. മാഡം,
soft drinks for you. താങ്ക് യു. Cheers. Waiter, യെസ് സാർ. ഈ ബൊക്കെ കൊണ്ടുപോയി വെക്കൂ. ഓക്കെ സാർ. ഈ ഗ്ലാസ് കൊണ്ട്. ആ. Excuse me. മതി. ഉം. എൻ്റെ ചില സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. പ്ലീസ് കം വിത്ത് മീ ടു വെൽക്കം. എന്താ കുടിക്കാൻ? കൺഗ്രാറ്റുലേഷൻസ് ഡോക്ടർ കൈലാഷ് റായ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. താങ്ക് യു. ദിസ് ഈസ് ഫോർ യു. ഓ ലവ്ലി. താങ്ക് യു വെരി ഓ മച്ച്. മിസ്സിസ് റോയ്, ഞങ്ങളുടേതായിട്ടൊരു സമ്മാനം പ്ലീസ് ആക്സെപ്റ്റ്. ഇതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. വൈ നോട്ട്? മാഡം ഒന്ന് അണിഞ്ഞു നോക്കൂ, എന്നിട്ട് പറയൂ. ഓക്കെ. ഡോക്ടർ സാർ, Yes, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. സാറിന്റെ ബ്യൂട്ടിഫുൾ കൈ കൊണ്ട് മാഡത്തിന് ഈ നെക്ലസ് ഒന്ന് അണിയിക്കൂ. definitely. My pleasure.